അമ്മയായ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട. എനിക്ക് 22 വയസ്സായി. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അതിലൊരാളുടെ ആവശ്യമില്ല. ദേ, രണ്ടാളോടും കൂടിയായിട്ടാ പറയുന്നത്. ഞാൻ ആരെ കെട്ടണം ഞാൻ തീരുമാനിച്ചോളാം. അവന് ജോലിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകും. അവന് വീടില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വീട് വയ്ക്കും. അത് ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. ഇനി അത് ആര് വേണ്ടെന്ന് പറഞ്ഞാലും മാറ്റം വരാൻ പോകുന്നില്ല. മോൾ ഒരുപാട് സ്വപ്നം കാണല്ലേ? ഞാൻ ഉള്ളപ്പോൾ നടക്കാൻ പോകുന്നില്ല. കാണാം, കാണിക്കാം. ഭാര്യ പറഞ്ഞു മനസ്സിലായിപ്പിക്കാം. നിങ്ങൾ കേട്ടില്ല അവൾ പറഞ്ഞിട്ട് പോയത്? നീ എന്തെങ്ങനെ? നിനക്ക് അവളുടെ സ്വഭാവം അറിഞ്ഞൂടെ? നമ്മൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 10 പറയും. അങ്ങനെയല്ലേ വളർത്തിയത്, സഹിച്ചോ? അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇങ്ങനെ വെറുതെ. ഈ വർത്താനം നിങ്ങൾ എന്നോട് പറയരുത്. നിങ്ങളുടെ ആദർശം തത്വവും എല്ലാം കേട്ടാ ഞങ്ങളോട് ഇറങ്ങി തിരിച്ച് ഇതെന്തായി? കിടന്നല്ലേ 1 വർഷം ആക്സിഡന്റ് ആയിട്ട്? ഒരു പട്ടുപിനി തിരിഞ്ഞു നോക്കി നിങ്ങളെ? ഇല്ലല്ലോ. അന്നെനിക്ക് മനസ്സിലായി ഈ ആദർശം കൊണ്ടൊന്നും വരി വാങ്ങാൻ പറ്റത്തില്ല. എനിക്കൊരു ജോലി കിട്ടിയ പിന്നെയല്ലേ ഇവിടെ വല്ലതും കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ അവസ്ഥ എന്നെ നോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ അവൾക്ക് എന്നോടൊരു ദേഷ്യമൊക്കെ തോന്നും, പക്ഷെ പിന്നീട് അത് മാറിക്കോളും അവളെ വരെയൊക്കെ ജീവിക്കുമ്പോൾ. അമ്മ അമ്മേൻ്റെ സൈഡ് മാത്രമേ ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. നീ എന്തിനാ അമ്മേനെ വാശി പിടിപ്പിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കും തോന്നിയായിരുന്നു വേണ്ടായിരുന്നു. നിനക്കൊന്ന് വീട്ടിൽ വന്ന് അച്ഛനും അമ്മേനെയും കണ്ടൂടെ? അച്ഛൻ എന്നെ ഇഷ്ടമാവും, എനിക്ക് ഉറപ്പാ. ഞാൻ വീട്ടിൽ വന്നിട്ട് എന്ത് പറയാനടി? എനിക്ക് ജോലിയില്ല, വീട്ടിൽ ദാരിദ്ര്യമാണ്. നിങ്ങളുടെ മോളെ നീ കെട്ടിച്ചാൽ ഞാൻ അവളെ കൂടെ കൊണ്ട് കഷ്ടപ്പെടുത്താണോ? നീ ശ്രമിക്കാനിട്ടൊന്നുമല്ലല്ലോ. എനിക്കിപ്പോൾ ഏകദേശം ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊക്കെ തൽക്കാലം ഇപ്പം ജീവിക്കാൻ അത് മതി. നിനക്ക് എൻ്റെ വീട്ടിൽ പറയുന്നത് കേട്ടൂടെ? അതെന്താ നിനക്കിപ്പോൾ എങ്ങനെ തോന്നുന്നു? അതല്ല, ഇത്രയും നാളും ഒരു ജോലി ശരിയാവും, എങ്കിലും പൈസ ഉണ്ടാക്കാന്നൊക്കെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ധൈര്യം ഇല്ലാത്ത പോലെ. ഞാൻ കാരണം നിന്റെ ജീവിതം കൂടെ. എടാ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ? ഒക്കെ ശരിയാവും. നീ വല്ലതും കഴിച്ചായിരുന്നോ? അതെന്നെയാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ. അച്ഛാ, എന്താ അച്ഛന് തോന്നുന്നുണ്ടോ എനിക്ക് കാര്യപ്രാപ്തിയായിട്ടില്ലെന്ന്? ഏ ചൊടിക്കാത്ത കാര്യം പറ. എന്താ ഉദ്ദേശം മോളുടെ? അച്ഛനല്ലേ പറഞ്ഞേ ഇഷ്ടമുള്ള ആളെ പ്രേമിച്ചോന്ന്. പക്ഷെ പഠിപ്പും വിവരവും വന്നിരുന്നു. അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പക്ഷെ ജോലി കിട്ടിയില്ല. ജോലിയുള്ള ഒരാളെ പ്രേമിക്കാനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാത്തിരുന്ന് അങ്ങനെ ഒരാളെ പ്രേമിച്ചായിരുന്നു. ഇതിപ്പോൾ അച്ഛൻ്റെ ഇൻസ്ട്രക്ഷൻസ് അത്ര ക്ലിയർ ആയിരുന്നില്ല. ഇതിപ്പം പ്രേമിച്ചും പോയി ഇനി വേണ്ടെന്ന് പറയുന്നത് മോശമല്ലേ? ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. അച്ഛനൊന്നും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കും. അയ്യോ, നിന്റെ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രാപ്തി അച്ഛനായിട്ടില്ലേ മോളെ? അതൊക്കെ അച്ഛന് പറ്റും. എനിക്ക് വേണ്ടേ, പ്ലീസ്. നീ ഉറങ്ങിയില്ലേ? കരയാണോ? അല്ല, എന്തു പറ്റി? ഒന്നുമില്ല. നീ കാര്യം പറ. നിങ്ങൾ കേട്ടില്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത്? അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം പോലും. ആദ്യമായിട്ടാണ് അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതോ പയ്യന് വേണ്ടിയിട്ട്. ഇതാണോ ഇത്രയും വലിയ കാര്യം? അത് അവൾ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കില്ലേ? നിങ്ങൾ പറ, ഇന്ന് വരെ അവളുടെ എന്തെങ്കിലും ഇഷ്ടത്തിന് നമ്മൾ എഴുതുന്നുണ്ടോ? ഇതന്നെ അവളും എന്നോട് ചോദിക്കുന്നത്. എന്തിനാ ഇതിനും കൂടെ ഉണ്ടായിരുന്ന അമ്മ അവളുടെ ജീവിതത്തിൽ അത്യാവശ്യം ഒന്നും കൂടെ ഇല്ലെന്ന്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അവളുടെ ജീവിതം എന്തിനായിട്ട് വിചാരിക്കണം? തനിക്കത് ഓർമ്മയുണ്ടോ? അവളുടെ ഒരു ബർത്ത്ഡേക്ക് താൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മഞ്ഞ ചുരിദാർ വാങ്ങി കൊടുത്തത്. താനത് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെയാണ് വാങ്ങിയത്. പക്ഷെ അതിന് ശേഷം ഒരു ദിവസം പോലും അവർ ആ ചുരിദാർ ഇട്ട് നോക്കിയിട്ടില്ല. താനത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു റീസൺ. അപ്പോൾ അവൾ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മോട് പറഞ്ഞ അമ്മയ്ക്ക് വിഷമമാണ്. ഒരു ദിവസം സന്തോഷം അഭിനയിക്കുന്നേക്കാളും വലുതാണല്ലോ
അമ്മ കാണിച്ചെന്ന ചെക്കൻ്റെ കല്യാണം കഴിച്ച് ജീവിതകാലം മൊത്തം അഭിനയിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാളും നന്നായിട്ട് അവൾക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ അവൾക്ക് വേണ്ടി മോശം ഒരാളെ കണ്ടെത്തുമോ? അതങ്ങനെയല്ലടി. അവരൊറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അതിനു മുമ്പ് നമ്മളതിന് പ്രാപ്തരാണോ എന്ന് ആലോചിക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ ജീവിതത്തിൽ എടുത്തുള്ള എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു. നമ്മളെപ്പോഴൊക്കെ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ചുറ്റുള്ള ആൾക്കാരെ നമ്മളെ വിഷമിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ മക്കൾ അനുഭവിക്കണമെന്നാണോ? ഇനിയുള്ള തലമുറയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റട്ടെ, അതല്ലേ വേണ്ടേ? എല്ലാം ശരിയാവും.